IM വിജയൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ വലിയൊരു അംഗീകാരം തേടിയെത്തിയിരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം പ്രത്യേകിച്ച് ഇവിടുന്ന് MSP എന്നാണ് റിട്ടയർഡ് ആണ്. സമയത്ത് റിപ്പബ്ലിക് ഡേ, ലാസ്റ്റ് റിപ്പബ്ലിക് ഡേ ആണ് എൻ്റെ പോലീസിൽ. അപ്പോൾ ആ സമയത്ത് തന്നെ പത്മശ്രീ കിട്ടാവുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു അവാർഡാണ്. വലിയൊരു സന്തോഷം കിട്ടിയതിൽ വലിയൊരു ഭാഗ്യം ആയിട്ട് കാണുന്നു. ഈ നേരത്തെയും പലതവണ IM വിജയൻ്റെ പേര് ഇതിലേക്ക് തന്നെ പരിഗണിക്കപ്പെട്ടിരുന്നു എന്നൊക്കെ വന്നു. അവസാനം ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതെ, അയാൾ അർജുന അവാർഡ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ലേറ്റായിട്ട് കിട്ടിയത്. ഇത് ലേറ്റായാലും കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് കിട്ടാത്ത കുറേ പേരുണ്ട് നമ്മുടെ കേരളത്തിൽ. അർജുന അവാർഡൊക്കെ കിട്ടാത്ത നല്ല നല്ല പ്ലേയേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടെ സങ്കടം നമുക്ക് അവരത്രയുള്ള സങ്കടം നമുക്കില്ലല്ലോ. കാരണം നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ലേറ്റായാലും. ആർക്കാണത് സമർപ്പിക്കുന്നത്? ഇപ്പോൾ ഒരുപാട് നമ്മുടെ ഫുട്ബോൾ പ്രേമികൾക്ക് തന്നെ, നമ്മുടെ ഇന്ത്യയിലെ തന്നെ ലോകത്തുള്ള എല്ലാ മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് തന്നെ. പേരിൻ്റെ ഒപ്പം പത്മശ്രീ എന്നുള്ള കൂടി ചേരുകയാണല്ലോ. അങ്ങനെ ഡോക്ടറേറ്റ് ഉണ്ട് 2 അത് വയ്ക്കാറില്ലല്ലോ. പത്മശ്രീ നല്ലൊരു അവാർഡ് തന്നെയാണ് എല്ലാവരും. പിന്നെ വലിയ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുള്ള ലൈഫ് കൂടിയാണ്. അവസാനം ഇപ്പോൾ രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരം കൂടി ലഭിക്കുകയാണ്. അല്ല, കുറേ ബുദ്ധിമുട്ടിയാൽ ഇങ്ങനത്തെ അവാർഡൊക്കെ കിട്ടും. അത് യങ്സൈഡാണ് ശ്രദ്ധിക്കേണ്ടത്. പെട്ടെന്നൊരു IM വിജയനായതൊന്നുമല്ല. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതിനുള്ളിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനുള്ള അംഗീകാരം കിട്ടും. കായിക മേഖലയ്ക്ക് പലപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ള പരാതിയൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഇപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു മേഖലയെ പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത്. ഇല്ലില്ല, അങ്ങനെ നിൽക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അറിയില്ല, നമുക്ക് അങ്ങനെ ഉണ്ടായില്ല. പറയാൻ പറ്റുള്ളൂ, ഇവിടെ കാര്യമല്ല പറയാൻ പറ്റുള്ളൂ. വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.